പെട്ടെന്നുള്ള പല മരണങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ചോദിച്ചാൽ തന്നെ കുഴഞ്ഞു വീണ് മരിച്ചയാണെന്ന് പറയും. ഇങ്ങനെയുള്ള പല മരണങ്ങളും ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പഴമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നോക്കാം നമുക്ക്. വെൽക്കം ബാക്ക് ടു ഷൂസ് മീഡിയ. വീഡിയോയിൽ സ്റ്റാർ ഫ്രൂട്ട് അഥവാ ചതുരപ്പുളി ആരൊക്കെ കഴിച്ചാൽ അവരുടെ ജീവന് ആപത്താകും, എന്താണ് അതിന് കാരണം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പായി ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി കിട്ടുകയുള്ളൂ. ആദ്യം നമുക്ക് ചതുരപ്പുളിയെ കുറിച്ച് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ചതുരപ്പുളിയെ സ്റ്റാർ ഫ്രൂട്ട്, കാരംബോള, 5 ഫിംഗേഴ്സ്, ആരംപുളി എന്നിങ്ങനെ പല സ്ഥലങ്ങളിലും പല പേരിൽ അറിയപ്പെടുന്നു. ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലാണ്. പുരാതന കാലം മുതലേ പണ്ടുള്ള മനുഷ്യർ ഇത് കൃഷി ചെയ്തു പോരുന്നു. ഇതിന്റെ പഴുത്ത ഫ്രൂട്ടിന് മധുരവും പുളിയും കലർന്ന രുചിയാണ്. ഇത് സാധാരണയായി ചട്നിയും ജ്യൂസും പിക്കിൾസും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഫ്രൂട്ട് നമുക്ക് ഫ്രഷ് ആയി കഴുകി കഴിക്കാവുന്നതാണ്. കട്ട് ചെയ്യുമ്പോൾ ഇത് സ്റ്റാറിന്റെ ആകൃതിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. ഇതിന് ധാരാളം ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. എന്നിരുന്നാലും ചില ആൾക്കാർ ഇത് കഴിച്ചാൽ അവരുടെ ജീവൻ അപകടത്തിലാകുന്ന ഒന്നാണ്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് കിഡ്നി സംബന്ധമായ അസുഖമുള്ളവരാണ്. ഇങ്ങനെയുള്ളവർ ഒരിക്കലും ഈ ഫ്രൂട്ട് കഴിക്കാൻ പാടില്ല. അതായത് ഒരു 100 മില്ലി പോലും കഴിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ടോക്സിൻ അടങ്ങിയിട്ടുണ്ട്, അതായത് ന്യൂറോടോക്സിൻ എന്ന കാരംബോക്സിൻ. ഇത് നമ്മുടെ തലച്ചോറിലും നെർവസ് സിസ്റ്റത്തിലും നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഡാമേജ് ആക്കുകയും ചെയ്യുന്നു. കിഡ്നിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖമുള്ളവർ ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന ഈ ന്യൂറോടോക്സിനെ വേർതിരിക്കാൻ പറ്റാതെ വരുന്നു. ഇതാണ് മരണത്തിൽ കലാശിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കുന്നതിനായി ഹീമോഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നു. ഈ ന്യൂറോടോക്സിൻ ശരീരത്ത് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഉടനെ തന്നെ ചില ലക്ഷണങ്ങൾ കാണിക്കും. അതായത് ഛർദിൽച്ച, തളർച്ച, മെന്റൽ കൺഫ്യൂഷൻ, അതുപോലെ തന്നെ സൈക്കോമോട്ടർ അജിറ്റേഷൻ എന്നിവയാണ്. അടുത്തത് കിഡ്നി സ്റ്റോൺ ഉള്ളവർ ഇത് കഴിക്കുന്നത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ധാരാളമായി ഓക്സലേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിൽ കാൽഷ്യവും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുന്നത് മൂലം കിഡ്നിയിലെ റീനൽ ട്യൂബുലർ എപ്പിത്തീലിയൽ സെൽസ് ഡെഡ് ആകുന്നു. അതിനാൽ കിഡ്നി സംബന്ധമായ അസുഖം ഇല്ലാത്തവരും ഇതിന്റെ ഉപയോഗം കുറയ്ക്കുക. ക്രമേണ ഇത് നിങ്ങളെ ഒരു കിഡ്നി പേഷ്യന്റ് ആക്കി മാറ്റുന്നതായിരിക്കും. ഇതൊന്നും കൂടാതെ മറ്റു മരുന്ന് കഴിക്കുന്നവർ ഇത് ഉപയോഗിക്കാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കഴിക്കുന്ന മരുന്നുമായി ഇത് ഇന്ററാക്ട് ചെയ്യുകയും അത് നിങ്ങളെ കൂടുതൽ അപകടത്തിലാക്കുകയും ചെയ്യുന്നു. അടുത്ത വിഭാഗക്കാരെന്ന് പറയുന്നത് അലർജി ഉള്ളവരാണ്. അലർജി ഉള്ളവർ ഇത് കഴിക്കാതിരിക്കുക. ഇത് അവരിൽ വയറ്റിളക്കം, തലകറക്കം എന്നിവ ഉണ്ടാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രമേഹ രോഗികൾ അവരുടെ പ്രമേഹം കുറയ്ക്കുന്നതിനായിട്ട് ഇത് കഴിക്കാറുണ്ട്. പ്രമേഹ രോഗികൾ ഇത് കഴിക്കുന്നത് റിസ്ക് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മിക്ക പ്രമേഹ രോഗികളിലും ഡയബറ്റിക് നെഫ്രോപ്പതി കാണാറുണ്ട്. ഇങ്ങനെയുള്ളവർ ഇത് കഴിക്കുന്നത് മൂലം അവരെ ഒരു കിഡ്നി രോഗിയാക്കി മാറ്റിയേക്കാം. അതിനാൽ പ്രമേഹ രോഗികൾ ഇത് ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ പാരമ്പര്യമായി വൃക്കരോഗ സാധ്യതയുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും കിഡ്നി രോഗം ഉണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ബെനിഫിറ്റ്സുകളുമായിട്ടുള്ള വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ വിത്ത് ഷൂസ് മീഡിയ. ഗുഡ് ബൈ.